രാവിലെ കടയിലെത്തിയ ബർഷീന ലോട്ടറി നിരത്തിവെക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മുൻ ഭർത്താവ് കാജ ഹുസൈൻ എത്തിയത്. വീട്ടിൽ സ്ഥിരമായി വഴക്കായതിനാൽ ഇരുവരും 2 സ്ഥലങ്ങളിലാണ് താമസിച്ചിരുന്നത്. ബർഷീന എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ കുപ്പി തുറന്ന് കാജ ഹുസൈൻ ആസിഡ് മുഖത്തൊഴിച്ചു. ഉള്ളിൽ ആ വാതിൽ ടിക്കറ്റ് എടുത്ത് വെക്കാൻ സമയത്ത് ഒരാൾ അതിൻ്റെ ഉള്ളിൽ കയറി പെട്ടെന്നൊരു കുപ്പിയിലൊരു വെള്ളം തെളിക്കുന്ന കണ്ടു. പെട്ടെന്ന് പുകഞ്ഞു. അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ നമ്മൾ നിന്നവരാകെ ബേജാരെ നോക്കുമ്പോൾ ആസിഡാണ്. ഇയാൾ ഒഴിച്ചും കൊണ്ട് ഇയാൾ ഇവിടുന്ന് ഓടാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ അയാളെ പിടിച്ചു ഇവിടെ നിർത്തി ഈ സ്ത്രീനെ ആശുപത്രിക്ക് കയറ്റിവിട്ടു. ഇയാൾ ആസിഡാണ് അവരുടെ മുഖത്ത് ഒഴിച്ചിരിക്കുന്നത്. മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്താ പറയുക, ഒരു തരം കുമിള പോലെ വരാൻ തുടങ്ങി. മുഖത്ത് ഒരു നീർക്കുമിള പോലെ വരാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിനു മുൻപും കാജ ഹുസൈൻ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നതായി ബർഷീന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ചെന്നൈയിലാണ് അവരുടെ വീട്. അവിടെ കൊണ്ടുപോയിട്ട് ലോഡ്ജിൽ വെച്ച് എന്നെ തല്ലിയിട്ടുണ്ട്. അവിടെ തല്ലിയിട്ട് അപ്പോൾ തെറ്റി വന്നതാണ്. 1.5 വർഷമായി ഫാമിലി പ്രോബ്ലം ആയിരുന്നു. എനിക്ക് വേറെ അഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അയാൾ തല്ലണത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ബർഷീനയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് അക്രമകാരണമെന്നും പോലീസ് പറയുന്നു. അക്രമശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച കാജ ഹുസൈനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.